ഞാൻ ഡോക്ടർ ജയകൃഷ്ണൻ, കുട്ടികളുടെ ഡോക്ടറാണ്. കുട്ടികളിലെ വീനിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. വീനിങ് അഥവാ സപ്ലിമെൻ്ററി ഫീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ 6 മാസം വരെ അമ്മയുടെ പാല് മാത്രമാണ് കുട്ടികൾക്ക് കൊടുക്കാറുള്ളത്. അങ്ങനെയാണ് വേണ്ടത്. എന്നാൽ 6 മാസത്തിന് ശേഷം നമ്മൾ ബാക്കി കാര്യങ്ങൾ കൊടുത്തു തുടങ്ങണം. ഈ ഒരു പാല് മാത്രം കഴിക്കുന്ന അവസ്ഥയിൽ നിന്ന് വേറെ ഫുഡ് കൊടുത്തു തുടങ്ങുന്നതിനെയാണ് വീനിങ് അഥവാ സപ്ലിമെൻ്ററി ഫീഡിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ വരുന്ന ഒരു സമയമാണ് ഈ വീനിങ് പീരീഡ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഭക്ഷണങ്ങൾ കൊടുക്കാം, എത്രത്തോളം കൊടുക്കാം, ഏത് രീതിയിൽ കൊടുക്കാം എന്നുള്ള സംശയങ്ങൾ വളരെ സാധാരണയാണ്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യമായിട്ട് എന്തൊക്കെ ഭക്ഷണങ്ങൾ കൊടുക്കാം എന്നുള്ളതാണ്. ശരിക്ക് 6 മന്ത്സ് തൊട്ട് 1 വയസ്സ് വരെ, അതായത് 6 മാസത്തിനും 12 മാസത്തിനും ഇടയ്ക്ക് ഡയറി പ്രോഡക്ട്സ് അല്ലാത്ത, പാലുൽപ്പന്നങ്ങളല്ലാത്ത എല്ലാ ഭക്ഷണവും കൊടുക്കാവുന്നതാണ്. പശുവും പാല്, തൈര്, മോര്, നെയ്യ് തുടങ്ങിയവ 1 വയസ്സിലാണ് നമ്മൾ കൊടുത്തു തുടങ്ങാറുള്ളത്. എന്നാൽ ബാക്കിയെല്ലാം എന്ന് വെച്ചാൽ അതിൽ ചോറ്, പച്ചക്കറികൾ, മുട്ട കഴിക്കുന്നവരാണെങ്കിൽ മുട്ട, മീൻ എല്ലാം കൊടുത്തു തുടങ്ങാവുന്നതാണ്. പലപ്പോഴും പറ്റാറുള്ളൊരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിവില്ലായ്മ മൂലമോ അല്ലെങ്കിൽ പേടി മൂലമോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ മൂലമോ ചോറും പച്ചക്കറികളൊന്നും സ്റ്റാർട്ട് ചെയ്യാതെ കുറുക്ക്, റാഗി, അമൃതം പൊടി തുടങ്ങിയ ഭക്ഷണങ്ങളിൽ മാത്രമായിട്ട് അത് മാത്രം കൊടുക്കുന്ന ഒരു രീതി ഉണ്ടാവാറുണ്ട്. ഇത് വളരെ തെറ്റായൊരു രീതിയാണ്. ഈ ഭക്ഷണം കൊടുക്കാം, നമുക്ക് റാഗി ആണെങ്കിലും കുറുക്കാണെങ്കിലും കൊടുക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അത് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് ന്യൂട്രീഷണലായിട്ടുള്ള ഡെഫിഷ്യൻസീസ് വരും. അതായത് ആൾക്ക് വെയിറ്റ് വയ്ക്കായ്ക, പലതരം വിറ്റാമിൻസിൻ്റെ കുറവ്, അങ്ങനെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും വരും. കാര്യം ഇതുകൊണ്ട് മാത്രം 6 മാസം കഴിഞ്ഞ ഒരു കുട്ടിയുടെ ന്യൂട്രീഷണലായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുകയില്ല. അതുകൊണ്ട് ചോറും പച്ചക്കറികളും എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. ഇവ കൊടുക്കുന്നതിന് പേടിക്കേണ്ടതില്ല. ഇതെങ്ങനെ കൊടുക്കാമെന്നുള്ളതാണ്. സാധാരണഗതിയിൽ പല്ല് വരാറുള്ളത് 6 മാസത്തിനും 12 മാസത്തിനും ഇടയ്ക്കാണ്. പല്ല് വരുന്നതിന് മുമ്പാണെങ്കിൽ നമ്മൾ നല്ലോണം അരച്ച് കൊടുക്കുക. മിക്സിയിൽ അരയ്ക്കണമെങ്കിൽ അങ്ങനെ അരയ്ക്കാം. പക്ഷേ വളരെയധികം വൃത്തി ശ്രദ്ധിക്കണം. ഇനി പല്ല് വന്നതിന് ശേഷമാണെങ്കിൽ നമ്മൾ ചോറും പച്ചക്കറികളൊക്കെ വേവിച്ചിട്ട് കൈകൊണ്ട് ഉടച്ച് കൊടുക്കുന്നതാണ് നല്ലത്. ഇവൻ നേരത്തെ പറഞ്ഞതിനേക്കാളും കുറച്ചും കൂടി ഹൈജീനിക്കലി ബെറ്റർ നമ്മൾ കൈകൊണ്ട് ഉടച്ച് കൊടുക്കുന്നത് തന്നെയാണ്. നമ്മൾ പറയാറുള്ളത് റെയിൻബോയെ ഓർക്കുക. എപ്പോഴും കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ മഴവില്ലിൻ്റെ 7 നിറങ്ങൾ ഓർക്കുക. അതായത് പച്ചക്കറി, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, റെഡ് കളേർഡ് ആയിട്ടുള്ളത്, ക്യാരറ്റ് പോലത്തെ സാധനങ്ങൾ, അങ്ങനെ എല്ലാം മഴവില്ലിൻ്റെ എല്ലാ നിറങ്ങളിലുമുള്ള എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാകുന്നത് നല്ലതാണ്. മുട്ട കഴിക്കുന്നവർക്ക് മുട്ട തീർച്ചയായിട്ടും കൊടുക്കാം. വളരെ നല്ലൊരു പ്രോട്ടീൻ, ഒരു പെർഫെക്റ്റ് പ്രോട്ടീനായിട്ട് കരുതപ്പെടുന്ന ഒരു സാധനമാണ് മുട്ട. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ശരിയായ അളവിൽ കൊടുത്താൽ മാത്രമേ കുട്ടിക്ക് വേണ്ടത്ര വിറ്റാമിൻസും ബാക്കി പോഷകങ്ങളും കിട്ടുകയുള്ളൂ. ഇവിടെ എത്ര നേരം ഇടവിട്ട് കൊടുക്കാമെന്നൊരു സംശയവും സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്. 2-2.5 മണിക്കൂറിൽ കുട്ടിക്ക് ഒരു ഭക്ഷണം കിട്ടേണ്ടതാണ്. ദിവസത്തിൽ നമ്മൾ കഴിക്കുന്ന പോലെ പ്രാതൽ, പിന്നെ ലഞ്ച്, ഡിന്നർ, അങ്ങനത്തെ ഒരു ടൈം ടേബിൾ രീതിയിൽ ഒരു ചെറിയ കുട്ടി ഒരിക്കലും ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ നമ്മൾ ഓരോ 2.5 മണിക്കൂറിലും കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം കിട്ടണം. അതായത് അമ്മയുടെ പാലോ അല്ലെങ്കിൽ നമ്മൾ വീനിങ് ഫുഡോ. അപ്പോൾ ദിവസത്തിൽ ഒരു 4-5 തവണയോളം നമുക്ക് ഈ എക്സ്ട്രാ ഫുഡ്സ് കൊടുക്കാവുന്നതാണ്. ഇത് കറക്റ്റായ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് ന്യൂട്രീഷണലി വളരെയധികം അഡ്വാൻറ്റേജസ് ആണിത്. പിന്നെ 1 വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പശുവും പാലും സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. 1 വയസ്സിന് ശേഷം ഫാമിലി പോട്ട് ഡയറ്റ് എന്നാണ് നമ്മൾ പറയുക. അതായത് നമ്മൾ അഡൽട്സ് കഴിക്കുന്ന എല്ലാ ഭക്ഷണവും 1 വയസ്സ് മുതൽ കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങാം. അപ്പോൾ വീനിങ്ങിനെ കുറിച്ചും പിന്നെ 1 വയസ്സിൽ ഫാമിലി പോട്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചുമുള്ള പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീനിങ് ശരിക്കും നടക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് വളരെയധികം നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കുക. താങ്ക് യു.